தெரியலையே இந்த மாதிரி ஒரு பொண்ணு. இது வந்து டிபோர்ட் கேஸ் தானே? ஆமா. அப்படின்னா ஒரு சான்ஸ் இருக்கு. நீங்க டைரக்டா இமிகிரேஷன் ஆபீஸ்க்கு போங்க. அங்க அந்த டிபோர்ட் டேட் மட்டும் கொடுத்தா போதும். அங்க இருக்கும் ஃபுல் டீடைல்ஸ். முத்துலிங்கம் தாமரை தானே? ஆமா. ஆமா. ம். டாட்டர் ஆஃப் முத்துலிங்கம். ஒரு நிமிஷம் சார். ஆ. சொல்லுங்க சார். ம். முத்துலிங்கம் தாமரை, டாட்டர் ஆஃப் முத்துலிங்கம், 1 year காலனி, 1 year காலனி, நூரேலி, கேண்டி. ஆக்சுவலி she had applied for an Indian visa. ஆனா யூஏல ஒரு கிரிமினல் கேஸ் இருந்ததுனால இந்தியன் விசா ரிஜெக்ட் ஆயிடுச்சு. എന്തായാലും അവൾ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പായല്ലോ. சார் அந்த கேண்டிக்கு போறதா இருந்தா 250 கிலோமீட்டர், பெரிய கீழ் ஸ்டேஷன், கொஞ்சம் காலாவலத்துல போகணும். அப்படின்னா போயிடலாமா? வாங்க சார். നിങ്ങളെ കോലത്ത് കണ്ടുകഴിഞ്ഞാ അഴകിരാവണം തോറ്റു കിട്ടും. എന്താണ് സലീംക്ക, നല്ല ബോറായിട്ട് കേട്ടോ. കണ്ണീന്ന് വെള്ളം വന്നതിന്റെ വലിപ്പം ഉറച്ചു തരൂ. പോടർക്ക എന്തൊരു മനോഹാരിത. ഉമ്മച്ചിട്ട് അതേ കൈപ്പോ കഴിച്ചു നോക്കുമ്പോ അറിയാം. നിനക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഇപ്പൊ തന്നെ ലേറ്റാ. നിങ്ങൾ ഈ ഉറക്കമുള്ള ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. കല്യാണം കഴിഞ്ഞ് അക്കരേക്കരയും താമസിക്കുമ്പോഴേ രാത്രിയാകുമ്പോ ഒരു വിങ്ങല എവിടെ മനസ്സിൽ. നൈറ്റ് ഓടുമ്പോ ദുബായിലെ കാഴ്ചകളെ കണ്ടിങ്ങനെ കറങ്ങി നടക്കാം. ആ, അത് പറഞ്ഞപ്പോഴാ ഇന്നലെ രാത്രി നിങ്ങളൊരു പയ്യനും മദാമ്മയായിട്ട് കവനീജ് ഭാഗത്ത് കിടന്ന് കറങ്ങണ കണ്ടല്ലോ. ഒരു മനോഹാരിത ഉണ്ടായില്ല. ശരി. ഒരു മലയാളി പയ്യനും ഒരു മദാമ പെണ്ണും പിന്നെ ഞാനും. മരുഭൂമി കാണിക്കാൻ കൊണ്ടുവന്ന അതണ്ടി. അവിടെ ചെന്നപ്പോ മുടിഞ്ഞ ബാർഗൈനി. പിന്നെ ഞാൻ ഇടപെട്ട് അങ്ങനെ ഒരു തങ്ങ് കോംപ്രമൈസ് ചെയ്തു. ഏത് ഭാഷയില്? എടാ, ഈ മനോഹാരിതയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല. നിങ്ങൾ പറയേ. അങ്ങനെ പയ്യനെ ഇറക്കി വിട്ട് മദാമയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. എന്ത് മരുഭൂമി? അപ്പൊട്ടകോ? മരുഭൂമി ഒട്ടകോ? പോക്കറ്റ് മരുഭൂമിയായി. ഇനി ആ കാശ് ഉണ്ടാക്കാൻ രാവും പല കിടന്ന് ഓടണം ഞാൻ. കളിക്കേ ചെയ്താനെ. അല്ല ചേട്ടാ, ഈ മരുഭൂമി ഒട്ടകം കാണിച്ചു കൊടുത്തിന് എങ്ങനെ മൂപ്പര് പോക്കറ്റ് കാലിയായി? ഇളക്ക് തല കുറെ മുടിയും വിറ്റി നടക്കാൻ മനുഷ്യനെ കൊതിപ്പിക്കാൻ. ഇതല്ലേ കൃഷ്ണ, കാത്തോളനെ. ചീറിപ്പായുന്ന വണ്ടികൾക്കിടയിലേക്കാണ് പോണത്. തട്ടും മുട്ടും ഒന്നും കിട്ടാണ്ട് കാത്തോളണം. പിന്നെ ഇവിടെ എൻ്റെ കാര്യം നോക്കണമെന്നും പറഞ്ഞ്
നാട്ടിലുള്ള അമ്മയുടെയും പെങ്ങന്മാരുടെയും കാര്യത്തിൽ ഫോൾട്ട് വരുത്തരുത്, പറഞ്ഞേക്കാം. അപ്പോ നാളെ കാണാം. അറിയാലോ, ഇതിവിടെ സൂട്ടാവാത്തോണ്ടാ. അയ്യോ എന്താടാ? എം പി എം ആയി പോയി. എന്താന്ന്? അലാറം അടിച്ചില്ലെന്ന്. എമ്മിന് വരെ വെച്ചത് പി എം ആയി പോയി. പൊണ്ടാറടങ്ങുന്നതാണ് സെയിൽസ് മീറ്റിംഗ് ദിവസം. ബെസ്റ്റ്. അപ്പോ മോനിവിടെ എ എമ്മും പി എമ്മും ഒക്കെ ശരിയാക്കിട്ട് വാ. ഞാൻ പോണു. ഓക്കെ? അയ്യോ ജീവട്ടാ, ഒരു 5 മിനിറ്റേക്കോ, ഞാൻ ഇപ്പൊ റെഡി വരാം. പോലട്ടോ. ഞാൻ ആ കഫറ്റേറിയ വെയിറ്റ് ചെയ്യാം, നീ വേഗം വാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പുട്ടും കടലയും പിന്നെ അത് മതി. ഇവിടെ ബഷീർക്കോ ഓ എക് കീമ പറാത്ത. എന്തിനാ ജീവ രാവിലെ തന്നെ പൊറോട്ട വലിച്ചു കയറ്റുന്നത്? നല്ല പുട്ടും കടലക്കറിയുണ്ട്, എടുക്കട്ടെ. ആഗ്രഹമില്ലാണ്ടല്ല, ഈ പൊറോട്ട ആവുമ്പോ അവിടെ തന്നെ കിടന്നോളും വൈകുന്നേരം വരെ. ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യണ്ടല്ലോ. എന്നായിരിക്കും ഹബീബേ. എത്തിയല്ലോ. നല്ല കോളായിരുന്നു തോന്നുന്നു. ഇതൊരു മനോഹാരിത ഉണ്ടായില്ലേ, വണ്ടി പണി മുടക്കി, അത് എമിറേറ്റ്സ് റോട്ടില്. അത് കലക്കി. കീമ പൊറോട്ട റെഡി. അങ്ങനെ അതെ ജീവേട്ടാ, നാട്ടിലേക്ക് ആരെങ്കിലും പോകണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ. ചെറിയൊരു പൊതി കൊടുത്തു വിടാനാ. ഓക്കെ. നീയല്ലേ കഴിഞ്ഞ ആഴ്ച വലിയൊരു പൊതി കൊടുത്തിട്ടു? അത് മോക്കുള്ള സ്കൂൾ ബാഗാ, ഇത് ഓൾക്കൊരു ചെറിയ മൊബൈലാ. ഇടയ്ക്ക് എനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാല്ല. ഓ വന്നേ. അപ്പൊ അത് പോയി കിട്ടി. എന്താ മൊബൈലാ? അവന്റെ പെണ്ണിന്റെ കാര്യം. ഇങ്ങടെ ഒരു കാര്യം. ജീവട്ടാ ഒന്ന് വേഗം വരും, എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്താ. ഞാൻ കഴിക്കട്ടോ. കളിക്കില്ല ജീവട്ടാ, ഒന്ന് വേഗം വരും അവിടുന്ന്. അപ്പൊ മക്കള് പോയിട്ട് വാ, ഞാൻ അത് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ പോരാ, ഒരു കാര്യം പറയട്ടോ. അതെ, ഒറ്റയ്ക്കാണെന്ന് കരുതി വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട കേട്ടല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? ആരെയും വിളിച്ച് റൂമിൽ കയറ്റാൻ നിൽക്കരുതെന്നോ. ഓടതണ്ടി, എനിക്കല്ലേ പണി. മറന്നു നടക്കായിരുന്നു, ഉള്ള ഉറക്കം പോയി. ആരും കാണാതെ ഒന്നും മിണ്ടാതെ കിണുവും തലോടുമ്പോ താങ്ക് യു. തമിഴത്തിയാണല്ലേ? உங்களுக்கு எங்க போണം? இங்கிருந்து போ, இங்கிருந்து போ, சீக்கிரம் போ. ஓகே. ഷോർട്ട് ടാക്സിയോട് അപ്പൻ്റെ ഒന്ന് വിചാരം. നീങ്ക അല്ലേ വേണ്ട. Where do you want to go? ഓഹോ, ഇംഗ്ലീഷ് പരിജ്ഞാനമില്ല അല്ലേ? സാരമില്ല, തമിഴിൽ തന്നെ ആവാം. உங்களுக்கு എങ്ക പോക വേണമെന്ന് சொல்லுங்க മാഡം. മാഡം വല്ല കുരിശായല്ലോ. അതെ, ഇങ്ക ഇറങ്ങുമ്പോ ഇങ്ക നിന്നാൽ എവിടെ വേണേലോട്ടുള്ള വണ്ടിയും കിട്ടും. പ്ലീസ് ദയവ് ചെയ്ത് ഇറങ്ങുക മാഡം. ഇതുവരെ ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിക്കാത്ത ബാച്ചിലറാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചൊന്നെ, പ്ലീസ്. ഓ, രക്ഷപ്പെട്ടു. അതെ, ഈ 20 dirhams. ഹലോ ഹലോ. അത് ശരി, അപ്പൊ കാശും ഇല്ല അല്ലേ? ഈശ്വര, ഇവിടെ ഓസ് കടിക്കുന്ന ടീമോ? ചെക്ക് ചെയ്യാനായിരിക്കും തണ്ടി. ഹലോ. ആന്നേ,
പെട്ടെന്ന് ഡോർ തുറന്ന് കാറിനകത്തേക്ക് ഒരു ഒറ്റ കയറ്റാ. തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു പെണ്ണ്. പെണ്ണോ? എന്നിട്ട് എന്നിട്ട് തമിഴില് ശീക്രം പോകുന്ന പറഞ്ഞ് ഒരേ ബഹളം. ഞാൻ വണ്ടി മുന്നോട്ട് കൊടുത്തു. മോനെ ജീവ, ഇക്കവിടെ ഒറ്റക്കാടാ. നീ അവളെ കൂട്ടി ശീക്രം വാടാ. അയ്യടാ, അതെ, ഞാൻ അവളെ ജുമേറ ബീച്ച് സൈഡിൽ ഇറക്കി വിട്ടു. പിന്നെ ഇത് അങ്ങനത്തെ ഒരു കേസല്ല, ആകെപ്പാടെ ഒരു കണ്ണീരിങ്ങനെ ലൈനായിരുന്നു. ഇതിനാണ് അവിടെ തെണ്ടി ഉറങ്ങിക്കിടന്ന് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചോണ്ടിട്ട് ആ മനോഹാരിത കളഞ്ഞത്. ഞങ്ങളോ? സലിമയ്ക്ക് കൂടാതെ വേറെ ആരാ അവിടെ? അത് ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും എന്റെ വികാരവും രണ്ടും. വൃത്തികെട്ടവൻ. എത്രയും 50 dirhams. Thank you. Okay, ശരി. Excuse me, Yes, can you drop into the Alcus? മലയാളിയാണല്ലേ? ഓ, എന്റെ ബദിരീങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ഇംഗ്ലീഷ് ആയിട്ട് അറിഞ്ഞൂടെ? പിന്നെ എത്ര പൊതിഞ്ഞു കേട്ടാലും മാറില്ലല്ലോ ഈ ചക്കപ്പഴത്തിന്റെ മണം. കേട്ടിക്കും. ആ, ആ. ജഗാതോടോ സോറി ബോയ്. ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ. ചെല്ലു ചെല്ലു. കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ട്, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാൻ. ഹലോ ഹലോ, ഇതുവരെയ്ക്കും പോവലെയാ? ഇത് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാലേ പോലീസ് പിടിക്കും. பரவாயில்ல, போலீஸ் வந்தா வரட்டும், அதுக்காக தான் இங்க வெயிட் பண்ணிட்டு இருக்கேன். ஏதாவது ப்ராப்ளம் இருக்கா? தெரிஞ்சிட்டு உனக்கு என்ன வேணும்? ப்ராப்ளம் இருந்தா சால்வ் பண்ணி கொடுப்பியா? അങ്ങനെ അതില്ല, പക്ഷെ ഇങ്ങനെ അഴകാതിരിക്കോ? ആരെങ്കിലും പാത്താ ഞാൻ അകത്താ. അതാ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടു ചെന്നാക്കാം. അതെ, കാശിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് പിന്നെ എപ്പോഴെങ്കിലും തന്നാ പോതും. பிறகு நம்ம பார்க்கலனா? ഷാർജ ഒരു ചിന്ന സ്ഥലം താനേ, നമ്മള് പാക്കാതിരിക്കുവോ? പാക്കുന്നേ, പാക്കും. പോലീസ് സ്റ്റേഷനിങ്ക പക്കം താൻ. വാങ്ങോ വാങ്ങോ. എൻ പേര് ജീവൻ. ഞാൻ വന്ന് കേരള, തമിഴ്നാട്ടില് പഴനി, കന്യാകുമാരി, മധുரை அங்கெல்லாம் வந்திருக்கேன். நாட்டிலும் டாக்ஸி தான் வேலை. உன் பேர் என்ன? தமிழ்நாட்டில் எங்க ஊரு? என் பேரு தாமரை. நான் வந்து ஸ்ரீலங்கா. ஹை, ശ്രീലങ്ക. ശ്രീലങ്കാവിൽ എനിക്ക് തെരിഞ്ഞ 3-4 പേർ ഇരിക്ക. ഒരു മുത്തയ്യ മുരളീധരൻ, സനത് ജസൂര്യ, പിന്നെ ഒരു വലിയ പുള്ളിയുണ്ട്, വേലുപ്പിള്ളൈ പ്രഭാകരൻ. പക്ഷെ ആള് കാഞ്ഞു വെച്ചു. ഇറ്റില്ല. അല്ല, ഞാൻ சொன்னது எனக்கு அவங்கள தெரியும், ஆனா அவங்களுக்கு என்ன தெரியாது. അതാ വേണ്ടായിരുന്നു.
அல்ல இந்த போலீஸ் ஸ்டேஷன்ல போகணும்னு சொல்லியிருந்தല്ലോ எதுக்கு? நான் வந்து ஒருத்தனை உதைச்சிட்டேன். உதைக்கே? அடிச்சிட்டேன். എവിടെ അടിച്ചിട്ട്? തലയില്. എന്നിട്ട് അയാൾക്ക് ഏതാവത് പറ്റിയ? தெரியல. அடிச்சதுமே அவன் கீழே விழுந்துட்டான். ഈശ്വര, ബീച്ചിലിരുന്ന കുരിശിനെയാണോ ഞാൻ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത്? അപ്പോ ഇപ്പൊ പോലീസ് കുട്ടിയെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും അല്ലേ? தெரியாது. എന്നാ എനിക്ക് തെരിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത ഊരിലെ നിയമം അനുസരിച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ കാര്യം പോക്കാം. അതുകൊണ്ട് ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവാതിരിക്കുന്നതാണ് ബുദ്ധി. നിങ്ങ മുതലേ അയാൾക്ക് ഏതാവത് പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ചിലപ്പോൾ അയാൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അല്ല, ആക്ച്വലി കുട്ടി എതുക്ക് അയാളുടെ തലയിൽ ഉതച്ചത്? அது வந்து ஒரு பெரிய கதை. പറവില്ല, ചൊല്ലുങ്കോ. அப்பா, அம்மா, தங்கச்சி, நான். இதுதான் என் உலகம். கஷ்டத்துலேயும் நாங்கள் சந்தோஷமா இருந்தோம். சின்ன வயசுலேருந்தே பார்க்கறது தான் எல்டிடிக்கும் இலங்கை ஆர்மிக்கும் நடக்கிற போர். அது பார்த்து பார்த்து எங்களுக்கு பழக்கமாயிடுச்சு. ஒரு நாள் அந்த நிகழ்ச்சி என் வாழ்க்கையே மாத்திரும்னு கனவுல கூட நினைக்கல. Stop. என்ன இது? அம்மா, நீங்க ஒண்ணுமே கவலைப்பட வேணாம். இது வந்து பெரிய டான்ஸ் ஸ்கூல். நல்ல சம்பளம், தங்குறதுக்கு இடம், அங்க எல்லாமே கிடைக்கும். எல்லாம் ஓகே தானா? வாங்க.
டான்ஸ் ஸ்கூல்ல வேலைன்னு போய் சொல்லி என் தாய் மாமன் தப்பான இடத்துல என்னை விற்கிறதுக்கு தான் பணத்தை வாங்கினாருன்னு அப்போ எனக்கு தெரியல. Come. I said come. You. Come. അപ്പോ ഇങ്ക പരിചയമുള്ള ആരുമില്ല. സമയം ഒരുപാടാച്ചു. ഇന്ന് രാത്രി എങ്ക പോകും? ഞാനൊരു ഐഡിയ ചൊല്ലട്ടുമാ. ഇന്നേക്ക് നൈറ്റ് എൻ്റെ കൂടെ തൂങ്ങലാം. അയ്യോ നോനോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എൻ്റെ വീട്ടിൽ തൂങ്ങലാം എന്നാണ്. എന്നിട്ട് നാളെ കാലയിൽ എന്നെ വേണേലും ചെയ്യലാം. இந்த மாதிரி ഒരു സിറ്റുവേഷനിൽ ഇവളോ പെരിയൊരു സിറ്റിയിൽ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാലേ കടവുൾ പോലും പുറക്ക മാട്ടേ. അതാ അപ്പടി ചൊല്ലിയത്. അതുമല്ല, ഏകദേശം നിന്റെ പ്രായമുള്ള 2 തങ്കച്ചിമാർ എനിക്ക് പേർക്ക് ഊരില്. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ എൻ കൂടെ വായോ. എന്തായി? ആസ് യൂഷ്വൽ കുഴപ്പമാക്കിയില്ലേ? ഏയ് കരിഞ്ഞിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. എന്താ? മത്തി കൊണ്ടുവരാൻ പോയിട്ട് നെയ്മീനും കൊണ്ടാണല്ലോ വരവ്. ഇതാരാണ്? പ്രോസിക്യൂഷൻ കണ്ടറിഞ്ഞൂടെ? അയ്യോ കവലപ്പെടണ്ട. വാങ്ങോ. ഇതാ ഞാൻ സ്വന്തം ഫ്രണ്ട്സ്. തമിഴാ? സലീമിക്ക, നിങ്ങളെന്താ മൊബൈൽ എടുക്കാൻ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഈ ഫോൺ വയലന്റ് മോഡിലായി പോയി. എന്താ? സൈലന്റ് മോഡിലായി പോയി. ആ, അത് ഇത് താമര. ഞാൻ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, അത് ഇതാ. ഏതാ കുട്ടിയാങ്ക ഉക്കാരിങ്കോ? ഉക്കാരിങ്കോ? എന്തോ അത് ഉക്കാരിക്കോളും. നീങ്ക വാങ്ങോ. വാടാ. ഉക്കാരിക്കോളൂ കേട്ടോ.